എൻ്റെ പേര് കൃപ റോയി. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലത്തുനിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മെയ് 13, 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണ OET എക്സാം എഴുതിയായിരുന്നു. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ OET ഫസ്റ്റ് ടൈം എഴുതുമ്പം പാലായിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് 3.5 മാസം പഠിച്ച് അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ച് എക്സാം എഴുതിയത്. അങ്ങനെ എഴുതി എൻ്റെ റിസൾട്ട് വന്നപ്പം വളരെ മോശമായിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു എനിക്ക് വരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. എനിക്ക് വലിയ ഗ്രാമറും അങ്ങനെയൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി സങ്കടം വന്നു. പക്ഷെ ഞാൻ മാതാവിനോട് എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ മാതാവേ, ഒരു B പോലും എനിക്ക് കിട്ടിയില്ലല്ലോ, എല്ലാം C+ ആയിപ്പോയല്ലോ എന്നോർത്ത് എനിക്ക് ഒത്തിരി സങ്കടമായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. അപ്പം എൻ്റെ ഹോസ്റ്റലിലെ ആൻറ്റിയാണ് എന്നോട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം ആൻറ്റി ഞങ്ങൾക്ക് ഫുഡ് തരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങളും പറയുമായിരുന്നു. ആൻറ്റി കാരണമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആൻറ്റി ഒത്തിരി നന്ദിയോടെ ഇപ്പോൾ ഓർക്കുവാണ്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ളൊരു ധാരണയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പ്രാർത്ഥനകൾ എത്തിക്കുമായിരുന്നു. പക്ഷേ പത്രം വിതരണം ചെയ്തായിരുന്നു. അതും ഒത്തിരി പേടിച്ചൊക്കെയാണ് ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവർത്തികളൊന്നും തന്നെയും ചെയ്തിരുന്നില്ല. പിന്നെ അങ്ങനെ ഉടമ്പടിയിലെ നിബന്ധനകളൊന്നും ആദ്യം അത്ര നന്നായി പാലിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ജൂലൈ 9 എൻ്റെ 2ാമത്തെ എക്സാം എഴുതി. പക്ഷേ ആ എക്സാമിന് ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി തൈലവും ഒക്കെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് OET എക്സാം എഴുതിയത്. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും Bയും ബാക്കി 2 മോഡ്യൂളിനും C+ ആയിരുന്നു. അതിൽ സ്പീക്കിങ്ങിന് ഒരു 30 മാർക്ക് കൂടി ഉണ്ടായിരുന്ന എനിക്ക് UK സ്കോർ ആകുമായിരുന്നു. അങ്ങനെ പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ എല്ലാ കുറവുകളും ഞാൻ എഴുതി. ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് മാറ്റം വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ തിരുത്തേണ്ടത്, അങ്ങനെ ഒരു പേപ്പറിൽ ഞാൻ നന്നായി എഴുതി. എന്നിട്ട് ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തു, എൻ്റെ പരിശുദ്ധ അമ്മേ, ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഈ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കും. അപ്പം അന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. ഉടമ്പടി പച്ചപത്രത്തിൽ ഞാനിങ്ങനെ ആ പച്ച പേപ്പറിൽ വായിക്കുവാണ്, ആത്മവിശുദ്ധീകരണത്തിനും പ്രാർത്ഥനാഫലത്തിനും. അപ്പം ആദ്യം എൻ്റെ ആത്മവിശുദ്ധീകരണം നടക്കണം, അതിനുശേഷമാണ് എൻ്റെ പ്രാർത്ഥനാഫലം നടക്കുകയുള്ളൂ എന്നൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പേഴ്സണൽ പ്രെയർ മസ്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ എല്ലാ ദിവസത്തെയും കുറവുകളെ കഴുകണമേ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൂടാതെ ഇവിടെ വന്നു ഉടമ്പടി ഞാൻ പുതുക്കിയതിന് ശേഷം ഒത്തിരി 2 കെട്ട് 3 കെട്ടൊക്കെ പത്രം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എല്ലാവർക്കും ഇവിടുത്തെ കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടി സാക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പത്രം കൊടുത്തു. അപ്പം ഒത്തിരി പേരും എന്നെ കളിയാക്കുകയും പിന്നെ നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം നിറഞ്ഞു. കാരണം സ്വർഗരാജ്യത്തിന് വേണ്ടി അപമാനമേൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരു തിരുവചനമാണ് എനിക്കപ്പോൾ ഒക്കെ ഓർമ്മ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മറ്റുള്ളവർ എന്നെ ഇതിൻ്റെ പേരിൽ കളിയാക്കാനൊക്കെ തുടങ്ങിയപ്പം. അതിനുശേഷം സർക്കാർ ആശുപത്രികളിലൊക്കെ പോയി പേഷ്യൻസിനെ കാണാനും അവരോടൊക്കെ ഇങ്ങനെ ഈ കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരോടും ഇങ്ങനെയാണ് പറഞ്ഞത്, വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഈ പത്രം വായിക്കാനും സാക്ഷ്യങ്ങൾ വായിക്കാനും എന്നൊക്കെ. അപ്പോൾ ഒത്തിരി പേർക്കും വിശ്വാസപ്രമാണം ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവർക്കൊക്കെ വിശ്വാസപ്രമാണം എഴുതി കൊടുക്കുകയും ഉടമ്പടി ഉപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്നില്ല. എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് 3rd അറ്റംപ്റ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഓരോ മോഡ്യൂൾ ചെയ്യുമ്പോഴും വിശ്വാസപ്രമാണവും ചൊല്ലി മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ
അടുത്ത തേർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ എൻ്റെ എല്ലാ ഉടമ്പടി നിയോഗങ്ങളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ തുടങ്ങി. ബൈബിളൊക്കെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് 20 മിനിറ്റ് അല്ലെ 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നിർത്തും. അങ്ങനെയായിരുന്നു. ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിന് കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അത് വായിക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിറയാൻ തുടങ്ങി. ഓരോരോ ബൈബിൾ വാക്യങ്ങളും എനിക്ക് വേണ്ടി ഈശോ എഴുതി വെച്ചതുപോലെയുള്ളൊരു ബോധ്യം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുമ്പസാരിക്കുമ്പം എൻ്റെ കുമ്പസാരത്തിലെ ഈശോയുടെ കൽപ്പനകൾ അനുസരിച്ച് എന്തൊക്കെ പാപങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്, അതുപോലെ പണ്ട് ഞാൻ എന്തൊക്കെ കുമ്പസാരത്തിൽ പറയാത്ത പാപങ്ങൾ ഏതൊക്കെയാണ്, ആ ഓരോ മേഖലയും എടുത്ത് ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നന്നായിട്ടൊരു കുമ്പസാരം നടത്തി വരുമ്പോഴത്തേക്ക് ഒരു ചേച്ചിയാണ് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്നത്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളുടെ OET എക്സാം ഇത്തവണ എന്തായാലും ക്ലിയർ ആകും, മോള് കൃപാസനത്തിലെ കാശുരൂപം വെച്ച് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ബാക്കി എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു, എക്സാം എഴുതി. ആ എക്സാം എനിക്ക് വളരെ ടഫായിരുന്നു. വളരെ ടഫെന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ 22 എക്സാം ആയിരുന്നു. അതിൽ ലിസണിങ് ഞാൻ ഒരുപാട് കേട്ടില്ല. കുറേ കാര്യങ്ങളൊന്നും, പൊതുവേ എനിക്കൊരു ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ കുറേയൊന്നും കേട്ടില്ല. ഞാനൊരു 5 ആൻസേഴ്സോളം വിട്ടിട്ടുണ്ട് എൻ്റെ ലിസണിങ്ങിൽ. പിന്നെ അതുപോലെ ലിസണിങ്ങിൻ്റെ C പാർട്ടിൽ ഞാൻ കുറച്ച് ആൻസേഴ്സ് ബബിൾ ചെയ്യാനാണ് C പാർട്ട്. അത് ബബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ 2-3 ബബിൾ ചെയ്തത് വളരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉൾപ്രേരണ ഉണ്ടാകുവാണ് ഇത് മാറ്റി വേറെ ആൻസേഴ്സ് ചെയ്യാൻ. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതാണ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു തവണ ഒരു ആൻസർ എഴുതിയാൽ ആ ആൻസർ ഞാൻ തിരുത്തത്തില്ല. കാരണം ആ തിരുത്തുന്നത് ചിലപ്പോൾ തെറ്റായി പോയാലോ എന്നുള്ള പേടി കാരണം. പക്ഷേ അന്ന് ആ എക്സാം ഹോളിൽ എനിക്ക് ശക്തമായിട്ടുള്ളൊരു ഉൾപ്രേരണ ഉണ്ടാകുവാണ്. അങ്ങനെ കുറേ ആൻസേഴ്സ് ഞാൻ തിരുത്തി എഴുതി. റീഡിങ്ങും അതുപോലെ തന്നെ എനിക്ക് A പാർട്ടൊന്നും 2 A പാർട്ടിൻ്റെ ആൻസേഴ്സ് കിട്ടിയില്ല. അതുപോലെ Bയും Cയും ടൈം കിട്ടിയില്ലായിരുന്നു. മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് ഞാൻ വളരെ സ്പീഡിൽ C2ൻ്റെ ഒരു 7-8 ക്വസ്റ്റ്യനോളം വെറുതെ ബബിൾ ചെയ്ത് വിടുമായിരുന്നു. റൈറ്റിംഗ് സത്യത്തിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് ആ എക്സാം ആ റൈറ്റിംഗ് ഒരു പക്ഷേ ലിസണിങ്ങും റീഡിങ്ങും എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടായിരിക്കാം റൈറ്റിങ്ങും എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അവസാനം ഇവർ ഈ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ഒത്തിരി എഴുതാൻ കിടക്കുവാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ എഴുതി. എനിക്ക് ഉറപ്പായിരുന്നു റൈറ്റിങ്ങിന് എനിക്ക് C ആയി പോകുന്നു, 290 ആയി പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങിന് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല, എൻ്റെ എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിച്ചത്, എൻ്റെ മാതാവ് വരണം എക്സാമിന്. എനിക്കൊന്നും അറിയത്തില്ല. അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അമ്മ വന്ന് എൻ്റെ സ്പീക്കിങ്ങിന് അമ്മയായിരിക്കണം എൻ്റെ ഇൻ്റർലൊക്കേറ്റർ. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു എക്സാമിന് മുമ്പ്. അങ്ങനെ സ്പീക്കിംഗ് വന്നപ്പം ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ 2 എക്സാമിനും എനിക്ക് 2 ചേട്ടന്മാരായിരുന്നു എൻ്റെ ഇൻ്റർലൊക്കേറ്റേഴ്സ്. അപ്പോൾ ഇത്തവണ ഞാൻ മാതാവ് വരണം എന്നാണല്ലോ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേച്ചിയായിരുന്നു. അത് തന്നെ എനിക്കൊരു സന്തോഷമായി. അതിനുശേഷം നമുക്ക് 2 റോൾ പ്ലേ ആണുള്ളത്. അതിൽ അവരുടെ പേര് നമ്മൾ ചോദിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് അവർ കോൺവെർസേഷൻ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറയാണ് മേരി എന്ന്. അപ്പം ആ മേരി എന്നുള്ളൊരു വാക്ക് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് ഇത് ശരിക്കും സത്യമാണ്, സഞ്ചാരി മാതാവ് തന്നെയാണെന്നുള്ള കാര്യം ബോധ്യമായി. അങ്ങനെ ഞാൻ എൻ്റെ ആ കോൺവെർസേഷൻ തുടങ്ങിയതും അവസാനിപ്പിച്ചതും എല്ലാം മേരി എന്ന് വിളിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ എക്സാം പൊതുവേ ടഫായിരുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടത്തില്ല, പിന്നെ മാതാവ് തന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ വീട്ടിൽ ചെന്ന് വീണ്ടും ഞാൻ എല്ലാ ഉടമ്പടിയിലെ നിയോഗങ്ങളും നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു പോന്നു. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വയ്യാത്ത ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അല്ലാതെ എല്ലാ ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യപ്രവർത്തികളും ചെയ്യും. അതുകൂടാതെ എക്സ്ട്രാ എനിക്ക് അവരുടെ വീട്ടിൽ പോയി ഒരു ഹോം നേഴ്സ് പോലെ അവരെ പരിചരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ ദിവസവും എൻ്റെ ഈശോ എനിക്ക് അതിനുള്ളൊരവസരം ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു സങ്കടം ഇങ്ങനെ തേടി വരുവാണ്. അതായത് ഞങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുകയാണ്. അത് ലീക്കായി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല എന്നുള്ളൊരു സംഭവം വരുവാണ്. അപ്പം 4 വശത്തു നിന്നും ഒരുപാട് പേര് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്, റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല, അത് റീഫണ്ടും ആകത്തില്ല, വീണ്ടും എഴുതേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പം ഭയങ്കര സങ്കടം വന്നു കുറച്ച് സമയത്തേക്ക്. പക്ഷെ പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഒരു ചിന്ത വരുവാണ്, ഉറപ്പായിട്ടും ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ഈശോ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഇത് മാറ്റും, ഈ റിസൾട്ട് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം വരുമായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തു. ഈ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാത്തിനും B ഗ്രേഡ് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. അത് മറ്റൊരു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ കൂടെ തന്നെ എക്സാം എഴുതിയ ഒരു ചേച്ചി 8 തവണ OET എക്സാം എഴുതിയായിരുന്നു. ആ ചേച്ചിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയം ഒന്നാമത്തേത് എൻ്റെ നിയോഗം UK സ്കോർ കിട്ടുക എന്നുള്ളത്, രണ്ടാമത്തേത് ചേച്ചിയുടെ നിയോഗം, ചേച്ചിയുടെ പേരെഴുതി ഞാനിവിടെ വെച്ചിരുന്നു, ചേച്ചിക്ക് UK സ്കോർ കിട്ടുക എന്നുള്ളത്. ഇത് ചേച്ചിയുടെ 9ാമത്തെ എക്സാം ആയിരുന്നു. ചേച്ചിക്കും UK സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ 2ാമത്തെ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സും മെൻ്റൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു. അതായത് ടെൻഷൻ കാരണമാണ് എനിക്കറിയത്തില്ല, ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെയാണ് ഒരു ചിന്ത വരുവാണ്, ഞാൻ എന്തായാലും തോറ്റുപോകും, തീർച്ചയായിട്ടും ഞാൻ തോറ്റുപോകും എന്നുള്ളൊരു ചിന്ത വന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും ഫുൾ ടൈം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ എനിക്ക് മോഡ്യൂൾസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ലിസണിങ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും ഓരോ മോഡ്യൂൾ ചെയ്യുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവേ, ഇത് മാറ്റിത്തരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ മാതാവേ എന്ന് ഞാൻ നേർന്നു. ആ നിമിഷം തന്നെ എനിക്ക് എന്തോ വലിയൊരു മാറ്റം സംഭവിച്ചു. എനിക്ക് തന്നെ ഫീൽ ചെയ്തു എന്തോ ഒരു സംഭവം എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതായിട്ട്, അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായി. അങ്ങനെ അതിനുശേഷം ആ നിമിഷം തന്നെ ഞാൻ ആക്റ്റീവായി. പിന്നെ അതിനുശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയേറെ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചിക്കും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ഇത്രമാത്രം മനോഹരമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയും ആദ്യം തൻ്റെ ഉടമ്പടിയിലൂടെ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കി അതിലൂടെ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ആ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ശക്തമായ ഇടപെടൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. വചനമനുസരിച്ച് ജീവിക്കുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതതിന് തുല്യമാണെന്ന് ലൂക്കായുടെ സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. പാറപ്പുറത്ത് ഭവനം പണിയുന്നവൻ അവൻ്റെ ജീവിതത്തിൽ എന്ത് തകർച്ചകൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ പാറപ്പുറത്ത് ഭവനം പണിതിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ മണ്ണിൽ പണിയുന്നവൻ അല്ലെങ്കിൽ പൂഴിയിൽ പണിയുന്നവൻ, ചിലപ്പോൾ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പണിയുന്നവന് അത് ഭവനത്തിൻ്റെ മേൽ കാറ്റടിക്കും, തീർച്ചയായിട്ടും ആ ഭവനം അത് തകർന്നു പോകും. പാറയാകുന്ന വചനത്തിന് മേൽ ഈ മകള് തൻ്റെ ജീവിതം തന്നെ പണിതുയർത്താനായിട്ട് ശ്രമിച്ചു. ഈശോയുടെ വാക്കുകൾ പാലിച്ചു. അതിലൂടെ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയമ്മയും ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഈ എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ പേപ്പർ ലീക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും പ്രഷർ കൊടുക്കുമ്പോഴും ഈ മകളുടെ പരിശുദ്ധ അമ്മയും ഈശോയുമാണ് മുറുകെ പിടിച്ചത്. കാരണം അങ്ങനെ ലീക്ക് ഔട്ട് ആയാലോ സ്വാഭാവികമായിട്ട് നടക്കുന്നത്, അങ്ങനെ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാം വീണ്ടും എഴുതേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ അമ്മയുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കരം പിടിച്ച് മുറുകെ പിടിച്ച് നിന്നപ്പോൾ അവിടെ സംഭവിച്ചത് ആ ലീക്ക് ഔട്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതെല്ലാം മാറി പകരം റിസൾട്ട് വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒന്നും എഴുതാൻ പറ്റിയില്ല, വളരെ വ്യക്തമായിട്ടൊന്നും പരീക്ഷയ്ക്ക് പോകാൻ അവർ ചെന്നിരുന്ന് വെറുതെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതല്ലാതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്,
ഇത് വളരെ ഒരു പ്രയാസം പോലെ വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിപൂർണമായി ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ആ അത്ഭുതം നടക്കാൻ പോകുന്നത്. ആ അത്ഭുതത്തിൻ്റെ വഴിത്താരകളിലേക്കാണ് ഈ മകളുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. പക്ഷേ അവസാനം വിജയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എഫെസ്യർ 2:8 പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കാരണം കർത്താവ് തന്നെ ഇറങ്ങി വരികയും കർത്താവ് തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പുറപ്പാട് 33:14, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈ മകളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഈ ഒരു കൃപയുടെ വഴിയിൽ OET എക്സാം പാസ്സാകാനും അതോടൊപ്പം തന്നെ കൂടുതൽ അനുഗ്രഹങ്ങളെ ബോധ്യത്തിലേക്കും ആത്മവിശദീകരണം പ്രാപിക്കാനുള്ള ബോധ്യത്തിലേക്കും ഒക്കെ നയിച്ചതിന് ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.